ഡിട്രോയിറ്റിനടുത്ത് ഡിയാബോൺ നഗരം അമേരിക്കയിലെ ഒരേയൊരു അറബ് ഭൂരിപക്ഷ നഗരമാണിത്. 1.25 ലക്ഷത്തിനടുത്ത താമസക്കാരിൽ 55% മുസ്ലിമുകൾ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയും ഇവിടെയാണ്. ചരിത്രം പഠിക്കാൻ അറബ് അമേരിക്കൻ മ്യൂസിയം. നഗരപിതാവ് തന്നെ അറബ് വംശജൻ. ബാങ്ക് വിളിക്കാൻ അനുമതിയുള്ള അമേരിക്കയിലെ ഒരേയൊരു നഗരം. ഈദുൽ ഫിത്തറിന് ശമ്പളത്തോടു കൂടിയ അവധിയുണ്ട്. അറബ് ഭക്ഷണശാലകളും നിരവധിയായി. 1908 ഫോർഡ് കാർ ഫാക്ടറി സ്ഥാപിച്ചതോടെയാണ് ഈ അറബ് വത്കരണത്തിന്റെ തുടക്കം. പണി അന്വേഷിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി. പിന്നെ അവർ ഇവിടെ സ്ഥിരക്കാരായി. വംശവെറിയുടെ അവതാരമായിരുന്നു ഫോർഡ് ഓട്ടോമൊബൈൽ കമ്പനി ഉടമ ഹെൻറി ഫോർഡ്. ആഫ്രിക്കൻ അമേരിക്കക്കാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ, അതേപോലെ ജൂതന്മാരെയും. അങ്ങനെയാണ് അറബ് നാടുകളിൽ നിന്നുള്ളവരെ ഫോർഡ് കമ്പനി റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. യമൻകാരാണ് ആദ്യം എത്തിയത്. പിന്നെ പാലസ്തീൻ, സിറിയ, ഇറാഖ് തൊഴിലാളികൾ. 2400 പേർ മാത്രം താമസിച്ചിരുന്ന നഗരം ആയിരക്കണക്കിന് അറബികളെ കൊണ്ട് നിറഞ്ഞു. അറബ് രാജ്യങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങളെ കൊണ്ട് വലഞ്ഞപ്പോൾ പിന്നെയും കുടിയേറ്റമുണ്ടായി. അഭയാർത്ഥികളായി പോലും നിരവധി പേരെത്തി. അറബ് രാജ്യങ്ങൾക്കുള്ള ഫണ്ട് സമാഹരണവും ഇവിടെ സജീവമായി. ഇവിടത്തെ അറബ് ഭക്ഷണശാലകൾ പ്രശസ്തം. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഭക്ഷണം രുചിക്കാൻ ആളുകൾ ഇവിടെ എത്തും. 2005 വിശാലമായ പള്ളി പണിയുന്നത്. 1.25 ലക്ഷം ചതുരശ്ര അടിയിൽ 1000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാം. അമേരിക്കയിലെ ഏറ്റവും പഴക്കമുള്ള ഷിയ പള്ളിയാണിത്. കുടിയേറ്റ ചരിത്രം പറയുന്ന അറബ് അമേരിക്കൻ മ്യൂസിയം നഗരത്തിലെ പ്രധാന ആകർഷണമാണ്. ഇവിടെ തന്നെ വർഷത്തിലൊരിക്കൽ അറബ് ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നു.